നമസ്കാരം. മാസപ്പടി കേസിൽ കൂടുതൽ ചുരുളുകൾ അഴിയുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ ഉൾപ്പെട്ട മാസപ്പടി കേസിൽ കൊച്ചിയിലെ CMRL ഉദ്യോഗസ്ഥരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഏറെ വൈകിയും ഇപ്പോഴും ചോദ്യം ചെയ്യുന്നത് തുടരുന്നു എന്ന ഗുരുതരമായ റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. രാത്രി വൈകിയും ചോദ്യം ചെയ്യൽ തുടരുന്നത് വലിയ പ്രതിസന്ധി സാഹചര്യം സർക്കാരിൽ ഉണ്ടാക്കുന്നു എന്നാണ് റിപ്പോർട്ട്. കൂടുതൽ സത്യങ്ങൾ പുറത്തുവരും എന്ന് തന്നെ വേണം ഇതിനോടെ കരുതാൻ. വീണ വിജയനും ഇതോടെ ED നോട്ടീസ് നൽകിയിരിക്കുകയാണ്. ഇനി എണ്ണപ്പെട്ട ദിവസങ്ങൾ മാത്രമാണ് മുഖ്യമന്ത്രിയുടെ മകൾക്കുള്ളത്. കർത്ത അടക്കമുള്ള പ്രതികൾക്ക് ED ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ വിളിപ്പിച്ചിട്ടുള്ള സാഹചര്യത്തിൽ കൂടുതൽ ചുരുളുകൾ കേസിൽ അഴിയുകയാണ്. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ ഉൾപ്പെട്ട മാസപ്പടി കേസിൽ CMRL കമ്പനിയിലെ 3 ജീവനക്കാരാണ് ഇപ്പോൾ ചോദ്യം ചെയ്യലിൽ ഹാജരായിരിക്കുന്നത്. കമ്പനിയിലെ ജീവനക്കാരെ ചോദ്യം ചെയ്യലിന് ഹാജരാക്കുക എന്നതടക്കമുള്ള തീരുമാനങ്ങൾ മുഖ്യമന്ത്രിയുടെയും മകൾ വീണയുടേതും അടക്കമായിരുന്നു. അതിന് തൊട്ടു പിന്നാലെ മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യൽ. വീണ വിജയൻ അടക്കമുള്ളവരെ ED ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചിട്ടുണ്ട്. തിരഞ്ഞെടുപ്പിനടക്കം വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. കമ്പനി CFO സുരേഷ് കുമാർ, സീനിയർ മാനേജർ ചന്ദ്രശേഖരൻ, സിസ്റ്റംസ് ചുമതലയുള്ള അഞ്ജു എന്നിവരെയാണ് തിങ്കളാഴ്ച കൊച്ചിയിലെ ED ഓഫീസിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തത്. രാവിലെ 10 മണിയോടെ ഹാജരായ ഉദ്യോഗസ്ഥരുടെ ചോദ്യം ചെയ്യൽ ഉച്ചയോടെയാണ് തുടങ്ങിയത്. ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി രാത്രിയോടെ ഇവരെ വിട്ടയക്കുമെന്ന് കരുതിയിരുന്നെങ്കിലും അതുണ്ടായില്ല. രാത്രി വൈകിയും പുലർച്ചെയും ചോദ്യം ചെയ്യൽ തുടരുകയാണെന്നാണ് വിവരം. അതേസമയം CMRL മാനേജിംഗ് ഡയറക്ടർ ശശിധരൻ കർത്ത തിങ്കളാഴ്ച ഹാജരായിരുന്നില്ല. ആരോഗ്യ പ്രശ്നങ്ങൾ അറിയിച്ച് മറുപടി നൽകിയെന്നാണ് വിവരം. എക്സാലോജിക് കമ്പനി മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനും ഇല്ലാത്ത സേവനത്തിന്റെ പേരിൽ 1,72,00,000 രൂപ CMRL നൽകിയത് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരുമോ എന്നാണ് ED അന്വേഷിക്കുന്നത്. മാത്രമല്ല, CMRL നിന്ന് ശേഖരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാകും ഈ കേസുമായി ബന്ധപ്പെട്ട മറ്റുള്ളവരെ ED ചോദ്യം ചെയ്യുക എന്നും പുറത്തു വരുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ മകൾ അടക്കമുള്ളവരെ കൂടി വിളിച്ചു വരുത്താനുള്ള നീക്കത്തിലാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഇപ്പോൾ രംഗത്തുള്ളത്. മാസപ്പടിയിൽ ഇപ്പോൾ CMRL ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ സുരേഷ് കുമാർ, മാനേജർ ചന്ദ്രശേഖരൻ, IT ഹെഡ് അഞ്ജു എന്നിവരെയാണ് ചോദ്യം ചെയ്യലിന് ഹാജരാക്കിയിരിക്കുന്നത്. CMRL MD ശശിധരൻ കർത്തയടക്കം 4 പേർക്കാണ് ED നോട്ടീസ് നൽകിയത്. എന്നാൽ കർത്ത ഇതുവരെയും ഹാജരായിട്ടില്ല. വീണ വിജയനും ഇവരുടെ കമ്പനിയായ എക്സാലോജിക്കിനും CMRL പണം നൽകിയത് ഏത് സാഹചര്യത്തിലാണ്, എത്ര പണം നൽകി തുടങ്ങിയ കാര്യങ്ങളാണ് CMRLലെ ഉദ്യോഗസ്ഥരോട് ED തേടിക്കൊണ്ടിരിക്കുക എന്നാണ് റിപ്പോർട്ട്. IT സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിന്റെ പേരിലാണ് എക്സാലോജിക്കിന് പണം നൽകിയെന്നായിരുന്നു നേരത്തെ CMRLന്റെ വിശദീകരണം. എന്നാൽ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്താനാണ് IT ഹെഡിനെ കൂടി ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുന്നത്. കൊച്ചിൻ മിനറൽ ആൻഡ് റൂട്ടെയിൽസ് കമ്പനി എന്ന സ്വകാര്യ കമ്പനി വീണ വിജയന്റെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന കമ്പനിക്ക് നൽകാത്ത സേവനത്തിന് പ്രതിഫലം പറ്റിയെന്ന ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തലാണ് മാസപ്പടി വിവാദത്തിന് തിരികൊളുത്തിയത്. അതുപോലെ CMRL നിന്ന് എക്സാലോജിക് സൊല്യൂഷൻസ് 1.72 കോടി രൂപ കൈപ്പറ്റിയെന്നായിരുന്നു കണ്ടെത്തൽ. ഇത് വീണ വിജയനെയും പിണറായി വിജയനെയും പാർട്ടിയെയും ഒരുപോലെ തന്നെ വെട്ടിലാക്കുകയായിരുന്നു. 2017 മുതൽ 2020 കാലയളവിലാണ് CMRL വീണയുടെ കമ്പനിക്ക് പണം നൽകിയതെന്നും ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തലുണ്ടായിരുന്നു.